ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി ഓഫീസിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ ബൈക്കിൽ ഒപ്പം വരികയാണ് സുധീഷ്. നിധിയോട് സംസാരിച്ചുകൊണ്ട് സുധീഷ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നിധിയുടെ വണ്ടി നിന്നു പോവുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ച് സുധീഷ് അരികിലേക്ക് വരികയാണ്. അപ്പൊ നിധി പറയണ അറിയില്ല, നോക്കട്ടെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് സുധീഷ് പറയണ രാത്രി മഴയുണ്ടായിരുന്നല്ലോ, അതാ വണ്ടി സ്റ്റാർട്ട് ആകാത്തെ. അപ്പൊ നിധി പറയണ നാളെ മുതൽ മഴ പെയ്യുമ്പോൾ വണ്ടിക്ക് ഒരു കുട പിടിച്ചു കൊടുക്കാം. അപ്പൊ സുധീഷ് പറയണ നിധി കളിയാക്കാതെ, ഇപ്പൊ എന്താ നിധിക്ക് എത്രയും പെട്ടെന്ന് ഒരു പുതിയ വണ്ടി വാങ്ങിത്തരാം. ഇത് കേട്ട് നിധി പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വണ്ടി വേണമെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സുധീഷ് പറയണ എന്റെ ആൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണല്ലോ, സമയം പോകുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയണ സുധീഷ് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ ഹരീഷിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പൊ സുധീഷ് പറയണ അതോർത്ത് നിധി ടെൻഷൻ ആവണ്ട, ഗായോ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കുന്ന ആളല്ല, അവള് നന്നായി മനസ്സിലാക്കും, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. നിധി ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആകാനാകാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റും. ഞാനൊക്കെ ഒരു പെണ്ണിന് പ്രശ്നം ഉണ്ടായാൽ മുന്നിൽ ചെന്ന് നിൽക്കും. അപ്പൊ നിധി പറയുകയാണ് എന്താന്ന് വെച്ചാൽ ആ പ്രശ്നത്തിന് കാരണം നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ സുധീഷ് പറയണ ഒരു പെണ്ണിനെ വിഷമിപ്പിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. ഇത് കേട്ട് നിധി പറയുന്നു അതെ അതെ സുധീഷ് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മുന്നിലെത്തുമല്ലോ, എനിക്കറിയാലോ സുധീഷിന്റെ സ്വഭാവം. ഇത് കേട്ട് സുധീഷ് പറയണ ശരി അത് വിട്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല നിധി, ഹരീഷിന്റെ കട ഇവിടെ അടുത്തല്ലേ, നേരെ അങ്ങോട്ട് പോയാലോ. ഇത് കേട്ട് നിധി പറയണ സാരമില്ല, ഞാൻ ഓട്ടോ പിടിച്ചു വെക്കോളാം. ഇത് കേട്ട് സുധീഷ് പറയുന്നു വാ നിധി, വണ്ടി ശരിയായില്ലെങ്കിൽ ഓട്ടോ പിടിച്ചു പോകാം, ചെറിയ പ്രശ്നം ഉണ്ടാകുമോ 5 മിനിറ്റ് കൊണ്ട് അവൻ ശരിയാക്കി തരും, ഞാൻ എന്റെ വണ്ടി ഇവിടേക്ക് ഒതുക്കി നിർത്തട്ടെ. അങ്ങനെ സുധീഷ് തന്റെ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി നിധിയുടെ സ്കൂട്ടർ മുന്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിധി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് കിടക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്താ നിധി ആലോചിക്കുന്നത്? ഒന്നുമില്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ചുമ്മാ പറയല്ലേ, എന്തോ ആലോചിക്കുന്നുണ്ടെന്നറിയാം, എന്റെ ആളെ കുറിച്ചാണോ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു നിങ്ങളുടെ ആളെ കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ അതല്ല, ഞാൻ ഗായുമായി സംസാരിക്കുമ്പോൾ നിധിക്ക് എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? അപ്പൊ നിധി പറയണേ എനിക്കെന്ത് ഫീല്, എനിക്ക് അങ്ങനെയുള്ള ഒരു ഫീലും ഇല്ല, ഞാൻ സുഭാഷേനെ കുറിച്ചാ ചിന്തിച്ചത്. സുഭാഷേന് എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ സുഭാഷേനോട് ഞാൻ രാവിലെ ചോദിച്ചു, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ സുഭാഷേൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന്? സുഭാഷേട്ടൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇഷ്ടപ്പെട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ സംശയം, നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംശയം ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഒന്നും അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ സുധീഷ് പറയണ നിധി സുഭാഷേട്ടൻ പിടിവാശിയിലല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ, ഇതുവരെ അത് നടന്നില്ലല്ലോ, സംസാരം മാത്രമല്ലേ നടക്കുന്നുള്ളൂ, പോകുന്നത് വരെ പോട്ടെ. നിധി പറയണ സുഭാഷേട്ടന്റെ ജീവിതത്തിലൊന്നും തെറ്റായി സംഭവിക്കാൻ പാടില്ല, പാവം സുഭാഷേട്ടൻ ഹാർട്ടാകുന്ന രീതിയിൽ ഒന്നും സംഭവിക്കരുത്, അതാ എന്റെ പേടി. ഇത് കേട്ട് സുധീഷ് പറയണ ഇപ്പോഴാ മനസ്സിലായത്, സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ നിധി വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പം സുഭാഷേട്ടന്റെ കല്യാണം ഫിക്സ് ആയതുപോലെ അതോർത്ത് നിധിക്ക് ഭയം തോന്നുന്നു, നിധിക്ക് നമ്മുടെ വീട് വിട്ടു പോകാൻ ഇഷ്ടമല്ല അതല്ലേ? അപ്പൊ നിധി പറയണ അതൊന്നും അല്ല, ശരിക്കും ഞാൻ സുഭാഷേട്ടനെ കുറിച്ച് ഓർത്ത് തന്നെയാ വിഷമിച്ച്, സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട് വിട്ടു പോകും, അതുകൊണ്ട് സുഭാഷേട്ടൻ ഏതോ ഒരു കുടുംബത്തിലെ ആരെയോ പോയി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, വാ സുധീഷ് സമയം പോകുന്നു. തുടർന്ന് നീതു സന്തോഷത്തോടു കൂടി ഹരീഷിനോട് ചോദിക്കുന്നു സത്യമാണോ? അപ്പൊ ഹരീഷ് പറയണ അതെ, പെണ്ണിന്റെ വീട്ടിൽ നിന്നും വന്നായിരുന്നു, വന്ന ഉടനെ നിശ്ചയം തീരുമാനിച്ചു. ഇത് കേട്ട് നിധു പറയണ സൂപ്പർ ഹരീഷ്, നല്ല കാര്യമല്ലേ? അപ്പൊ ഹരീഷ് പറയണ പക്ഷെ ഞങ്ങൾക്ക് ഒരു മാതിരി ഉണ്ട് നീതു, അതെന്താ നല്ല കാര്യമല്ലേ എന്ന് നീതു ചോദിക്കും. ഹരീഷ് പറയണ അതല്ല നീതു, കല്യാണമൊക്കെ വലിയ കാര്യമല്ലേ, പക്ഷെ ഇവിടെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാ നടക്കുന്നത്, സുഭാഷേട്ടൻ ഇങ്ങനെ തനിച്ചു പോയി പെണ്ണിനെ കണ്ട് എല്ലാം തീരുമാനിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇവരെ സുഭാഷേട്ടൻ തന്നെ പോയി കണ്ടു, സുഭാഷേട്ടൻ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു, പക്ഷെ ആ കുടുംബം നല്ല കുടുംബമായിട്ട് തോന്നുന്നില്ല, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും എന്തിനാ, ആ പെണ്ണ് പോലും ഒരു ടൈപ്പാ, മനസ്സിൽ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറയും, നമ്മൾ എന്ത് വിചാരിക്കുമെന്ന് പോലും ചിന്തയില്ല, നമ്മുടെ തീരുമാനം എന്താണെന്ന് പോലും ചോദിക്കാതെ അവര് തന്നെ നിശ്ചയത്തിനുള്ള ദിവസം കുറിച്ചു, ഞങ്ങൾ ഇതുവരെ പെണ്ണിന്റെ വീട് കണ്ടിട്ടില്ല, പെണ്ണിനെ കുറിച്ച് അടുത്തെങ്ങും അന്വേഷിച്ചിട്ടുമില്ല, ഇങ്ങനെ ഒന്നും അറിയാതെ ബ്രോക്കർ പറഞ്ഞത് മാത്രം വെച്ച് നിശ്ചയം വരെ എത്തിയിരിക്കുക, അതാ എന്റെ ഒരു ടെൻഷൻ. ഇത് കേട്ട് നിധു പറയണ ഹരീഷ് അതൊക്കെ ഓക്കെ ആയിരിക്കും, സുഭാഷേട്ടന്റെ കല്യാണം നടക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ വിഷമം, ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്നു, അതോർത്ത് സന്തോഷിക്കുക ഹരീഷ്. ഇത് കേട്ട് ഹരീഷ് പറയണ സുഭാഷേട്ടന്റെ കല്യാണം നടക്കാത്തതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്, പക്ഷെ അതുകൊണ്ട് സുഭാഷേട്ടൻ ആരെയോ കല്യാണം കഴിച്ചാൽ എങ്ങനെയെങ്കിലും പോട്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? സുഭാഷേട്ടന് നല്ല കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നീതു പറയണ ഹരീഷ് നിന്റെ സുഭാഷേട്ടന്റെ കല്യാണം നടന്നാലല്ലേ നമ്മുടെ കല്യാണം നടക്കൂ, സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാലോ. ഈ സമയം അവിടേക്ക് വരികയാണ് സുധീഷും നിധിയും. സന്തോഷത്തോടു കൂടി നീതു പറയുന്നു വാ ചേച്ചി. സുധീഷ് ചോദിക്കണ രണ്ടുപേരും എപ്പോഴും ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണല്ലേ, പണിയൊന്നും നടക്കുന്നില്ല. അപ്പൊ ഹരീഷ് പറയണ സുധീഷ് ഇട്ടാ വണ്ടിക്ക് എന്ത് പറ്റി, വണ്ടി പെട്ടെന്ന് നിന്നുപോയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ എടാ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, സ്റ്റാർട്ട് ആകുന്നില്ല, എന്താന്നറിയില്ല, നീ ഒന്ന് നോക്ക്. ശരിയെന്ന് പറഞ്ഞ ഹരീഷ് വണ്ടി നോക്കും. സുധീഷ് ചോദിക്കുന്നു നീതു കോളേജിൽ പോകുന്നത്, വീട്ടിൽ പോകുന്നത്, വീട്ടിലെ ജോലികൾ ചെയ്യുന്ന, ഇങ്ങനത്തെ ഒരു ജോലിയില്ലേ നിനക്ക്, 24 മണിക്കൂറും ഇവിടെ തന്നെ ഇരിക്കുന്നു, അതുകൊണ്ടാ ചോദിച്ചത്.
അപ്പൊ നീതു പറയാണ് എന്ത് ചെയ്യാനാ 24 മണിക്കൂറും ഹരീഷിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുവാ. നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ, എന്നിട്ട് എന്റെ ഫീല് മനസ്സിലാവുന്നില്ലേ? ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ അതെ അതെ ഇപ്പൊ ഫീല് മനസ്സിലാവുന്നുണ്ട്. പ്രണയം എന്താണ്, നമുക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുന്നതിൽ എന്ത് മനസ്സുഖമാണുള്ളത്, ഇതൊക്കെ ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത്. ഇത് കേട്ട് നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് നിധിയെ ശ്രദ്ധിക്കുന്നു. അപ്പൊ നിധു പറയണം ഹരീഷ് പറഞ്ഞു സുഭാഷ് ഏട്ടന്റെ കല്യാണ കാര്യത്തെ കുറിച്ച്. നല്ല കാര്യം, ഞങ്ങൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്, അപ്പോഴാ നിങ്ങൾ വന്നത്. അപ്പൊ സുധീഷ് പറയണ ഞങ്ങളും ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. സുഭാഷിനെ കുറിച്ച് ഓടിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുവാ. ഹരീഷ് പറയണ അത് തന്നെ സുധീഷ് ഏട്ടാ ഞാനും നീതുവിനോട് പറഞ്ഞത്. നിധി പറയുന്നു സുഭാഷ് ഏട്ടന് സമ്മതമാണെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ മുഖം അങ്ങനെ പറയുന്നെങ്കിലും മനസ്സിൽ വേറെന്തോ ആണെന്നാ തോന്നുന്നത്. നീതു ചോദിക്കുന്നു എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നത് നല്ല കാര്യമല്ലേ? സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം തീരുമാനിച്ചത്? നിങ്ങളാരും എന്താ ഇഷ്ടപ്പെട്ട ആളെ അല്ലേ കല്യാണം കഴിച്ചത്? അതേപോലെ സുഭാഷ് ഏട്ടൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കാണും, അതിനിങ്ങനെ എന്തിനാ നിങ്ങൾ ടെൻഷൻ ആകുന്നത്? ഓരോരോ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്താൻ നോക്ക്. അപ്പൊ നിധി പറയണ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല എന്നാ ഞങ്ങൾ പറഞ്ഞത്. നിധു പറയണ കല്യാണം നടക്കാതിരിക്കുന്നതിനെക്കാട്ടിലും ഭേദമല്ലേ കല്യാണം നടന്നതിന് ശേഷം അതിൽ വരുന്ന പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി നീതുവിനെ ഒന്ന് നോക്കിയിട്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹരീഷ്. ഏട്ടത്തി സ്റ്റാർട്ടായി എന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എത്രയാടാ? അപ്പൊ ഹരീഷ് പറയണ ചോദിച്ചാൽ ഉടനെ തരുമല്ലോ, ഒന്ന് പോ സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയണ ചുമ്മാ പറഞ്ഞതാ ബാ എന്ന് പറഞ്ഞ സുധീഷ് നിധി അവിടെ വന്ന് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു നീ എന്താ ഈ പറയുന്നേ? ഞാൻ എന്ത് പറഞ്ഞു എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നം ഫേസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പൊ നീതു പറയണ അതെ ഹരീഷ്, കല്യാണം ആയില്ല എന്ന് പറഞ്ഞ ഒരാള് 32 വയസ്സ് കഴിഞ്ഞിട്ടും വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ കല്യാണം കഴിഞ്ഞ് ആ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുന്നു അടിച്ച് പല്ല് ഞാൻ താഴെയിടും. ഞെട്ടി നീതു ചോദിക്കുന്നു എന്തിനാ ഹരീഷ് ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മുടെ കല്യാണം നടക്കൂ. ഇത് കേട്ട് ഹരീഷ് പറയണ അത് മാത്രമാണല്ലോ നിന്റെ പ്രശ്നം, നമ്മുടെ കല്യാണം നടന്നാൽ മതി, അതിന് എന്റെ സുഭാഷ് ഏട്ടന്റെ ജീവിതം എങ്ങനെയായാലും നിനക്ക് കുഴപ്പമില്ല, അങ്ങനെയല്ലേ? നീ ഇങ്ങനെ സെൽഫിഷായി. ഇത് കേട്ട് നീതു പറയണ ഹരീഷെ അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ ഹരീഷ് പറയണ അങ്ങനെ സംസാരിക്കും, നിനക്ക് നിന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക, സുഭാഷ് ഏട്ടനെ കുറിച്ച് പറഞ്ഞ ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ സുഭാഷ് ഏട്ടന്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നു. നോക്ക് നമ്മുടെ കല്യാണം നടക്കുകയോ നടക്കാതിരിക്കുകയോ അതെന്റെ പ്രശ്നമേ അല്ല. ഇപ്പം എന്റെ സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടണം, അതാണ് എനിക്ക് പ്രധാനം. നീതു ചോദിക്കുന്നു ഇപ്പൊ ആരാ സെൽഫിഷായിട്ട് സംസാരിക്കുന്നത്? ഹരീഷ് ചോദിക്കുന്നു ഞാനോ? നീ അടി സ്വാർത്ഥ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കുന്നു ഓ അത്രയ്ക്കാ? എനിക്കറിയാം ഹരീഷെ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, ആദ്യം പറയാതെ എന്തൊക്കെയോ പറയുന്നു. ഇത് കേട്ട് ഹരീഷ് പറയണ അതെ അങ്ങനെ തന്നെ വിചാരിച്ചോ നീ? നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കും? നീതു ചോദിക്കുന്നു ദിവസവും നീ 100 പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ടോ, അതോ 100 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? വലിയ സാമൂഹ്യ പ്രവർത്തകനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഹരീഷ് ചോദിക്കുന്നു ഇപ്പൊ നീ പോകുന്നുണ്ടോ ഇല്ലയോ? ദേഷ്യത്തോടു കൂടി ബാഗ് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് നീതു. തുടർന്ന് സുഭാഷ് സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച അവിടേക്ക് വരികയാണ് സുധീഷ്. സുഭാഷിന്റെ ഒപ്പം അവിനാശും ഉണ്ട്. സുധീഷ് നീ എന്താണ് ഇവിടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഞാൻ ചുമ്മാ സുഭാഷ് എന്നെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ സുഭാഷ് ചോദിക്കാണ് ശരി ചായ വാങ്ങിച്ചോണ്ട് വരാൻ പറയട്ടെ? അപ്പൊ സുധീഷ് പറയുന്നു ഈ ചൂടത്ത് ചായ എന്തിനാ, ഒരു നല്ല ജ്യൂസ് പറ. ശരി എന്ന് പറഞ്ഞ ജ്യൂസ് വാങ്ങാനായി ഒരു പണിക്കാരനെ പറഞ്ഞു വിടുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് ജോലികൾ ചെയ്യുമ്പോൾ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു സുഭാഷ് നോക്കിയാണോ? അപ്പൊ സുഭാഷ് പറയണ എല്ലാവരും എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, നീ കാണുന്നില്ലേ? ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി ശരി സുഭാഷിയുടെ ജോലി ചെയ്യും. അവിനാഷ് ഭയ്യ ചാന്ദിനിക്ക് സുഖമാണോ? മലയാളമൊക്കെ നന്നായി സംസാരിക്കാൻ തുടങ്ങിയോ? അപ്പം അവിനാഷ് പറയണ നേരത്തെ പോലെ അല്ല ഭയ്യ, ഇപ്പൊ കുറച്ച് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. സൂപ്പർന്ന് സുധീഷ് പറയുമ്പോൾ അവിനാഷും സുഭാഷും ചിരിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയണ എല്ലാം ഞങ്ങള് തറവാട്ടമ്പലത്തിൽ പോയപ്പോ കൊടുത്ത ട്രെയിനിങ്ങാ. അവിനാഷ് പറയുന്നു ശരി ഭയ്യ. തുടർന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്ന സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഞാൻ വീണ്ടും ചോദിക്കുകയാണെന്ന് വിചാരിക്കണം, സുഭാഷിന് ഇഷ്ടപ്പെട്ടല്ലേ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്? അപ്പൊ സുഭാഷ് പറയുന്നു എടാ ഈ ചോദ്യത്തിന് ഞാൻ എത്ര തവണയാ മറുപടി പറയുക? അതേടാ ഞാൻ ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്താ എന്റെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നു? അപ്പം സുധീഷ് പറയുകയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുവോ സുഭാഷ്? പിന്നെന്താന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങാറില്ല, സുഭാഷ് വേണ്ടി ഒന്നും വാങ്ങത്തില്ല, കല്യാണക്കാര്യം വന്നാ ഇപ്പൊ വേണ്ട പിന്നെ നോക്കാന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതാണ് ശീലം. പെട്ടെന്ന് സുഭാഷ് തന്നെ ബ്രോക്കറെ കണ്ട് പെണ്ണിനെയും കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അതുകൊണ്ടാ ചോദിച്ചേ. സുഭാഷ് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാ ചോദിച്ചേ. പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നു അങ്ങനെയൊന്നും ഇല്ലടാ, നമ്മള് തറവാട്ടമ്പലത്തിൽ പോയില്ലേ, അതുകൊണ്ടാ എല്ലാം നന്നായി നടക്കുന്നത്, ഭഗവതി എല്ലാം നോക്കിക്കോളും. സുധീഷ് പറയുന്നു അതെ അതെ ഭഗവതി നോക്കിക്കോളും. ശരി സുഭാഷ് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയോ? അപ്പൊ സുഭാഷ് പറയണ അന്ന് കണ്ടില്ലേ അപ്പൊ സംസാരിച്ചതാ. സുധീഷ് ചോദിക്കുന്നു അതിനുശേഷം സുഭാഷ് സംസാരിച്ചില്ലേ? ഇല്ലടാ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ എന്താ സുഭാഷ് ഇങ്ങനെ ആദ്യം സംസാരിച്ച് നിങ്ങൾ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ, അപ്പോഴേ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. പ്രണയിച്ച് കല്യാണം കഴിച്ചാലല്ലേ ജീവിതം നന്നായി വരും. ഇത് കേട്ട് അവിനാഷ് ചോദിക്കുന്നു എന്താ ഭയ്യ എക്സ്പീരിയൻസ് ആണോ? അപ്പൊ സുഭാഷ് പറയണ
പറയണ നീ പ്രണയിച്ച് കല്യാണം കഴിച്ചല്ലേ, അതാ അവിനാശ് കളിയാക്കിയത്. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ അങ്ങനെയല്ല, തിരുത്തുണ്ട്, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രണയിച്ചു തുടങ്ങിയത്. അതിനു മുമ്പേയും പ്രണയം ഉണ്ടെന്ന് വിചാരിച്ചോ? ജീവിതത്തിൽ പ്രണയം വളരെ പ്രധാനപ്പെട്ട കാര്യം. സുഭാഷ് ഏട്ടൻ എല്ലാം സംസാരിച്ച് കല്യാണ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എനിക്ക് അനിയൻ എന്ന നിലയിൽ ചില ഉപദേശങ്ങൾ തരാനുണ്ട്. സുഭാഷ് ഏട്ടൻ കല്യാണത്തിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് അവരോട് സംസാരിക്കണം, ഇടയ്ക്കിടയ്ക്ക് കാണണം, പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പറയണം. ആ സംസാരിക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ഏട്ടൻ പറയുന്നത് കേട്ടാ തോന്നും ഓൾറെഡി ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. അപ്പൊ സുഭാഷ് പറയണ ഒന്ന് പോടാ, ആ പെണ്ണിന്റെ നമ്പർ പോലും എന്റെ കയ്യിലില്ല. സുധീഷ് ചോദിക്കുന്നു എന്ത്, ആ പെണ്ണിന്റെ നമ്പർ ഇതുവരെ വാങ്ങിയില്ലേ? പിന്നെന്താ സുഭാഷ് ഏട്ടൻ വീട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. സുഭാഷ് പറയണ അതെല്ലാം ബ്രോക്കർ ഏർപ്പാടാക്കിയതാ. ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ആ കുട്ടിയെ കാണുകയായിരുന്നു. സുധീഷ് ചോദിക്കുന്നു അവിടെ വെച്ച് സുഭാഷ് ഏട്ടൻ നമ്പർ വാങ്ങിച്ചില്ല? അപ്പൊ അതൊന്നും ഓർത്തില്ലാന്ന് സുഭാഷ് പറയും. സുധീഷ് ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയായി പോയെ? സുഭാഷ് ഏട്ടന് വേണ്ടി ഇത്രയൊക്കെ ചിന്തിച്ച് തന്നെ വലിയ കാര്യം, ഇപ്പൊ നമ്പർ വേണം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ സുധീഷ് സുഭാഷിന്റെ ഫോൺ എടുക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എടാ എന്റെ ഫോണിൽ നീ എന്താ ചെയ്യുന്നേ, ആരെയാ വിളിക്കുന്നേ? സുധീഷ് പറയണ ബ്രോക്കറെ, നമ്പർ മേടിക്കണ്ടേ? സുഭാഷ് പറയുന്നു അതൊന്നും വേണ്ട, ഒന്ന് ചുമ്മാതിരിക്കും സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് ബ്രോക്കറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ദാസപ്പൻ പറയുന്നു പറയൂ മേസ്തിരി. അപ്പൊ സുധീഷ് പറയണ മേസ്തിരി എന്ന് വിളിക്കരുതെന്ന് തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുഭാഷിന്റെ അനുജൻ സുധീഷാ വിളിക്കുന്നത്. ഏത് കേട്ട് ദാസപ്പൻ ചോദിക്കുന്നു ഓ സുധീഷ് ആയിരുന്നോ, പറയൂ. സുധീഷ് പറയണ സുഭാഷിന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടില്ലേ? സുഭാഷ് ഏട്ടാ അവരുടെ പേരെന്തായിരുന്നു? സുഭാഷ ജയന്തി എന്ന് പേര് പറയുമ്പോ പുഞ്ചിരിച്ച് സുധീഷ് പറയണ ജയന്തി നാണം കണ്ടില്ലേ? സുഭാഷ് ചോദിക്കുന്നു ഞാൻ എന്തിനാടാ നാണിക്കുന്നത്? സുധീഷ് പറയുന്നു ആ ജയന്തിയുടെ നമ്പർ വേണം. ആ പെണ്ണിന്റെ നമ്പർ സുധീഷിന് എന്തിനാണെന്ന് ദാസപ്പൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ എനിക്കെന്തിനാ, സുഭാഷ് ഏട്ടന് വേണ്ടിയാ ചോദിച്ചു. സുഭാഷ് ഏട്ടന് ജയന്തിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടാ ഞാൻ എപ്പോഴാ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് സുധീഷ്. ദാസപ്പൻ പറയുന്നു ഓ അങ്ങനെയാണോ, ഞാൻ നമ്പർ വാങ്ങിച്ച് മേസ്തിരിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാം. സുധീഷ് പറയണ കൈയോടെ വാങ്ങി അയക്കണം, 5 മിനിറ്റ് നോക്കിയിട്ട് മെസ്സേജ് വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് വിളിക്കും. ദാസപ്പൻ പറയണ അയ്യോ ഞാൻ മറക്കത്തില്ല, ഉടനെ വാങ്ങി മെസ്സേജ് അയച്ചേക്കാം. എടാ നീ എന്താടാ ചെയ്യുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഇവരോടൊക്കെ ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഈ സമയം മെസ്സേജ് വരികയാണ്. സുധീഷ് പറയണ ദേ ഫോൺ വെച്ചിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പ് മെസ്സേജ് വന്നു. അതാണ് ഈ സുധീഷ്. ഇതാ ജയന്തിയുടെ നമ്പർ, ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. അപ്പൊ സുഭാഷ് പറയണ ജോലി ഒരുപാടുണ്ട്, ഇപ്പൊ വേണ്ട. സുധീഷ് പറയണ ശരി സുഭാഷ് ഏട്ടാ ഞാനിപ്പം സേവ് ചെയ്ത് വെക്കാം. സുഭാഷ് ഏട്ടൻ ഫ്രീ ആകുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കാതെ അനുജനെ വിളിക്കാം. അങ്ങനെ ജയന്തി എന്ന് പറഞ്ഞ ഫോണിൽ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു എന്താടാ ഹാർട്ടൊക്കെ വെച്ചിരിക്കുന്നത്? സുധീഷ് ചോദിക്കാണ് എന്താ ഡാർലിംഗ് എന്ന് സേവ് ചെയ്യണമായിരുന്നു, പേര് മാത്രം സേവ് ചെയ്താ പോരെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഇങ്ങനെ വേണം സേവ് ചെയ്യാൻ. അപ്പൊ ആ പേര് കാണുമ്പോഴെല്ലാം സുഭാഷേട്ടൻ ഒരു ഫീലിംഗ് വരും, ഞാനും സേവ് ചെയ്ത് വെച്ചേക്കാം. സുഭാഷേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ജയന്തിയെ വിളിച്ചാൽ മതിയല്ലോ. അങ്ങനെ സുധീഷും തന്റെ ഫോണിൽ ജയന്തിയുടെ നമ്പർ സേവ് ചെയ്യുകയാണ്. ശരി ശരി നമ്പർ കിട്ടിയെന്ന് കരുതി ജോലിയിൽ ഉഴപ്പണ്ട, ജോലി ചെയ്യാം. തുടർന്ന് നിധിയുടെ ഓഫീസിന് പുറത്ത് കാറിന്റെ അരികിൽ വെയിറ്റ് ചെയ്യുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു സോറി സുധീഷ് ഒരുപാട് നേരമായോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പൊ സുധീഷ് പറയണ ഒരുപാട് നേരമൊന്നും ആയില്ല നിധി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിധി പറയുന്നു അവസാന നിമിഷം ഒരു ജോലി വന്നു, അത് തീർത്തിട്ട് വരാൻ സമയമെടുത്തു. അപ്പൊ സുധീഷ് പറയണ സാരമില്ല ഞാൻ വന്നിട്ടൊരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഏത് കേട്ടാ നിധി പറയണ ശരി ഇപ്പൊ നമ്മള് ജയന്തിയെ എവിടെ ചെന്നാ കാണാൻ പോകുന്നത്? അപ്പൊ സുധീഷ് പറയണ ഞാൻ ജയന്തിയുടെ ഫോണിലേക്ക് വിളിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ശരി വാ പോകാന്ന് പറഞ്ഞ് നിധി വണ്ടിയിലേക്ക് കയറുകയാണ്. സുധീഷ് ചോദിക്കുന്നു നിധിക്ക് ചായയോ കോഫിയോ വല്ലതും വേണം? നിധി പറയണ ചായ കുടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, പക്ഷേ ഇപ്പൊ പോയാലേ ജയന്തിയെ കാണാൻ പറ്റൂന്നല്ലേ പറഞ്ഞത്. പുഞ്ചിരിച്ച് സുധീഷ് പറയണ ഞാൻ നിധിക്ക് വേണ്ടി ചായ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സുധീഷ് ചായ എടുത്തു കൊടുക്കുമ്പോൾ നിധി പറയുന്നു താങ്ക് യു സുധീഷ്. ചൂടുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പതിയെ ചായ കുടിക്കുകയാണ്. നിധി പറയണ രാവിലെ മുതൽ ജോലിയായിരുന്നു, അതുകൊണ്ടായിരിക്കും നല്ല തലവേദന, ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. സുധീഷ് ഫോൺ വിളിച്ചപ്പോൾ സമയം കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ സുധീഷ് പറയണ നിധിക്ക് ഇപ്പൊ എന്താവശ്യം വരുമെന്ന് എനിക്കറിയാതിരിക്കും. ഇത് കേട്ട് നിധി തിരിഞ്ഞു നോക്കുമ്പോ സുധീഷ് പറയണ അതല്ല നിധി ടെൻഷനായിട്ടായിരിക്കും വരിക, ഒരു ചായയോ കോഫിയോ കുടിച്ചാൽ നന്നായിരിക്കുമെന്ന് നിധി പറയുമെന്ന് ഞാൻ ഗസ് ചെയ്തതാ. ശരിയെന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. അവർ ചായ കുടിച്ച് കാറിൽ അവിടെ വന്ന് പോവുകയാണ്. നിധിയും സുധീഷും വരുന്നത് കാത്ത് കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ് ജയന്തി. സുധീഷും നിധിയും കാറിൽ അവിടേക്ക് വരുന്നു. സുധീഷ് പറയുന്നു നിധി ദേ അവിടെ ഇരിപ്പുണ്ട്. ഹായ് എന്ന് പറഞ്ഞ് നിധി ജയന്തിയുടെ അരികിലേക്ക് വരുമ്പോൾ ജയന്തിയും ഹായ് പറയുകയാണ്. അവിടേക്ക് ഇരുന്ന സുധീഷ് പറയുന്നു അന്ന് ഫാമിലി ആയിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, ചുമ്മാ മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് കരുതിയാ ഫോൺ വിളിച്ചത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയല്ലേ, അതിനു മുമ്പ് കാഷ്വലായിട്ടൊന്ന് മീറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ? സുധീഷിന്റെ തോളിൽ കൈവച്ച് നിധി പറയുന്നു സുധീഷ് ഞാൻ സംസാരിക്കും. അപ്പൊ സുധീഷ് പറയണ നിധി സംസാരിക്കട്ടെ, എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിച്ചാൽ അത്ര ശീലമില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ചാൽ ശരിയാകില്ല, നിധി സംസാരിക്കും. നിധി പറയണ ഒരാളുടെ മുഖം മറ്റൊരാൾ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സമയം പോലും ഇല്ല, ഒന്ന് ഫ്രീ ആയിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് വിചാരിച്ചു. ജയന്തി പറയുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സംസാരിക്കാം, നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ചോദിക്കാം. നിധി ചോദിക്കുന്നു സുഭാഷേട്ടനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് സുഭാഷേട്ടൻ സുധീഷിനെ
സുഭാഷിന്റെ ചേട്ടൻ മാത്രമല്ല എന്റെ സ്വന്തം ചേട്ടനാണ്. ഞാൻ അങ്ങനെ കാണുന്നത്. പുഞ്ചിരിച്ച ജയന്തി പറയുന്നു, അപ്പൊ ഞാൻ നിധിയുടെ ഏട്ടത്തിയാണല്ലോ. എന്നെ സ്വന്തം ഏട്ടത്തിയായിട്ട് കണ്ട. പുഞ്ചിരിച്ച നിധി പറയാണ്, ശരി, സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഈ കല്യാണത്തിന് സംബന്ധിച്ച്? ജയന്തി ചോദിക്കുന്നു, എന്താ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത്? സുഭാഷിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയണ, അങ്ങനെയൊന്നുമില്ല. ഈ കല്യാണ കാര്യങ്ങളെല്ലാം പെട്ടെന്നല്ലായിരുന്നു. എല്ലാവർക്കും സമ്മതമാണോ എന്നൂടെ ചോദിക്കുന്നതേ ഉള്ളൂ. ജയന്തി പറയണ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് സുഭാഷിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്നത്. സുധീഷ് പറയണ, ഞങ്ങൾ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ആണുങ്ങളാണ്. നിധി മാത്രമേ അവിടെ പെണ്ണായിട്ടുള്ളൂ. ഇതൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. നിധി പറയണ, അതെ, ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ തനിച്ച് മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ടാ ചോദിച്ചത്. ജയന്തി പറയണ, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതെന്റെ സെക്കൻഡ് മാരേജ്. വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. എനിക്ക് കല്യാണം നടത്തണമെന്ന് വീട്ടുകാർ പറഞ്ഞു. എനിക്കും അത് ഓക്കെ ആണെന്ന് തോന്നി. അപ്പോഴാ സുഭാഷിന്റെ പ്രപ്പോസലുമായി ബ്രോക്കർ വന്നത്. ബ്രോക്കർ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. എനിക്കും എന്റെ ഹസ്ബൻഡിനും, ഐ മീൻ എക്സ് ഹസ്ബൻഡ്, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഓവറായിട്ട് സംസാരിക്കുമായിരുന്നു. അയാളില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, ജീവിക്കില്ലെന്ന് അയാൾ ചിന്തിക്കുന്നേ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാ പോരെ. ഈ ഡിവോഴ്സ് പ്രോസസ്സ് ഒരുപാട് നാളായിട്ട് നടക്കുക. ഡിവോഴ്സിന് ഓക്കെ പറയാൻ തന്നെ ഇത്രയും സമയം എടുത്തു. അയാളുടെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് പിന്നെ ജീവിതം ഇല്ലെന്ന് അയാളുടെ വിചാരം. ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ നിനക്ക് വേറെ കല്യാണം നടക്കുവോ? ഇക്കാലത്ത് ആദ്യത്തെ കല്യാണം നടക്കുന്ന തന്നെ ബുദ്ധിമുട്ടി. സെക്കൻഡ് മാരേജിനൊന്നും സാധ്യതയില്ലെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ കൺമുന്നിൽ വെച്ച് എന്റെ കല്യാണം നടക്കണം. അതും ഡിവോഴ്സ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം നടക്കണം. എന്റെ കല്യാണം നടക്കും. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അയാൾ മനസ്സിലാക്കണം. ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക്. ഇത് കേട്ട് വിഷമത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും സുധീഷും. ജയന്തി പറയണ, അതുകൊണ്ടാണ് നിശ്ചയവും കല്യാണം എല്ലാം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത്. എന്റെ ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ കല്യാണവും നടക്കണം. അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോഴേ അയാൾക്ക് എന്റെ നഷ്ടം മനസ്സിലാകും. അത്രയും മതി എനിക്ക്. അല്ലാതെ ഈ കല്യാണത്തിൽ വലിയ വലിയ ഡ്രീം ഒന്നും ഇല്ല എനിക്ക്. നിങ്ങക്ക് ചായ ആണോ കാപ്പിയാണോ? ഒന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ ജയന്തി പറയണ, പറയൂ എന്താ വേണ്ടേ? കോഫി മതിയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു, എനിക്കും അത് മതി. ജയന്തി കോഫി ഓർഡർ ചെയ്യുകയാണ്. സുധീഷും നിധിയും വിഷമത്തോടു കൂടി ഇരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്